നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. ഏപ്രിൽ 12 മുതൽ ഏപ്രിൽ 18 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ പുതുവസ്ത്ര ലാഭം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം, സൽസുഹൃത്തുക്കൾ മൂലം ഗുണം എന്നിവ അനുഭവത്തിൽ വരാം. ഉന്നത ജനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഗുണാനുഭവങ്ങൾ, തൊഴിൽ വിജയം, ധനനേട്ടം, കുടുംബത്തിൽ അഭിവൃദ്ധി, ആരോഗ്യപരമായ മെച്ചം എന്നിവ പ്രതീക്ഷിക്കാം. ഈശ്വര അനുഗ്രഹവും ഭാഗ്യവർദ്ധനവും മൂലം വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകും. ബിസിനസ്സിൽ പുരോഗതിയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വാരം അവസാനിക്കുമ്പോൾ അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനി, ധനനഷ്ടം, രോഗാതി ദുരിതങ്ങൾ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, വിവാഹ കാര്യങ്ങളിൽ തടസ്സം, ശത്രുഭയം, വ്യാപാര പരാജയം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മാനസികമായ ബുദ്ധിമുട്ടുകളും അലസതയും ധനനഷ്ടവും ഈ സമയത്ത് അലട്ടിയേക്കാം. വാരം മധ്യത്തോടെ കുടുംബസൗഖ്യം, തൊഴിൽ വിജയം, ബിസിനസ്സിൽ പുരോഗതി എന്നിവ കൈവരും. രോഗശാന്തിയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും പ്രതീക്ഷിക്കാം. വാരം അവസാനിക്കുമ്പോൾ വളരെ കാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കാണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും. സൽസുഹൃത്തുക്കളിലൂടെ നേട്ടങ്ങളും ഭക്ഷണസുഖവും ഉണ്ടാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യക്കുറവ്, ശത്രുഭയം, വ്യവഹാര പരാജയം, സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾ എന്നിവ നേരിടേണ്ടി വരാം. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാര മധ്യത്തിൽ ആമാശയ സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. അനാവശ്യമായ അലച്ചിലുകൾ ഉണ്ടായേക്കാം. എന്നാൽ വാരം അവസാനത്തോടെ വിദേശയാത്രകൾക്കോ താമസത്തിനോ ഉള്ള സാഹചര്യം ഒരുങ്ങും. തൊഴിൽ വിജയം, ധനഭാഗ്യം, ദാമ്പത്യ ഐക്യം എന്നിവ അനുഭവപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുകയും ഉന്നതരായ വ്യക്തികളുമായി പരിചയപ്പെടാൻ അവസരം ലഭിക്കുകയും ചെയ്യും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വാരത്തിന്റെ തുടക്കത്തിൽ മംഗളകർമ്മങ്ങളിൽ കുടുംബസമേതം പങ്കെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്നാൽ വാരം മധ്യത്തോടെ കുടുംബാംഗങ്ങളുമായും അയൽക്കാരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാം. ജോലിയിൽ മാറ്റങ്ങൾ വരാനും ദാമ്പത്യത്തിൽ ഐക്യക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഉദരരോഗം, രക്തസംബന്ധമായ അസ്വസ്ഥതകൾ, മാതാവിന്റെ ആരോഗ്യക്ഷയം എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. ദുർചിന്തകൾ ഒഴിവാക്കി മനോധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കണം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ വിശേഷപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. എന്നാൽ വാരമധ്യത്തോടെ തൊഴിൽ രംഗത്തും കുടുംബത്തിലും ചില തടസ്സങ്ങൾ നേരിടാം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ അമിതമായ യാത്രകളും അന്യദേശവാസവും ഉണ്ടായേക്കാം. എന്നാൽ പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാൻ കാലതാമസം എടുക്കും. വാഹനം ഉപയോഗത്തിലും യാത്രകളിലും അതീവ ജാഗ്രത പാലിക്കണം. വിദ്യാതടസ്സമോ ആരോഗ്യ പ്രശ്നങ്ങളോ അലർജി, വാദം അലട്ടാൻ സാധ്യതയുണ്ട്. വാരം മധ്യത്തോടെ അവസ്ഥകൾക്ക് മാറ്റം വരും. ശത്രുഹാനി, ധനലാഭം, എവിടെയും മാന്യത എന്നിവ ലഭിക്കും. മനസ്സന്തോഷം വർദ്ധിക്കുകയും ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. വാഹനഭാഗ്യവും ദാമ്പത്യ ഐക്യവും ഈ വാരം അനുഭവത്തിൽ വരും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സുഹൃത്തുക്കളുടെ സമയോചിതമായ ഇടപെടലുകൾ മൂലം വലിയൊരു അപകീർത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായി മാറാൻ സാധ്യതയുണ്ട്. മാതാവിന്റെ ആരോഗ്യം മോശമാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണം. മാനസികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം കാണിക്കരുത്. ദാമ്പത്യത്തിലും കുടുംബത്തിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. വാരം അവസാനിക്കുമ്പോൾ ശത്രുദോഷം മാറുകയും വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുനാശം, തൊഴിൽ വിജയം, ദാമ്പത്യ സൗഖ്യം എന്നിവ അനുഭവപ്പെടും. സാമ്പത്തിക നേട്ടങ്ങളും പുതുവസ്ത്ര ലാഭവും നല്ല ഭക്ഷണവും ലഭിക്കാനുള്ള യോഗമുണ്ട്. ശരീര ചൈതന്യം വർദ്ധിക്കുകയും കൃഷിയിൽ നിന്ന് ലാഭം ലഭിക്കുകയും ചെയ്യും. എന്നാൽ വാരമധ്യത്തോടെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടാം. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. യാത്രകളിൽ കാര്യമായ പുരോഗതി ഇല്ലാത്ത അവസ്ഥ സംജാതമായേക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണവും ദോഷവും കലർന്ന ഫലങ്ങൾ നൽകും. വാരത്തിന്റെ തുടക്കത്തിൽ തൊഴിൽ ക്ലേശങ്ങൾ, സാമ്പത്തിക നഷ്ടം, അഗ്നിഭയം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സംസാരത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വാരം മധ്യത്തോടെ ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ഭക്ഷണസുഖവും സൽസുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കും. സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ പ്രതീക്ഷിക്കാം. കോടതി കേസുകളിൽ അനുകൂല വിധി വരാൻ സാധ്യതയുണ്ട്.
എന്നാൽ വാരം അവസാനിക്കുമ്പോൾ വീണ്ടും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അലച്ചിലും അനുഭവപ്പെട്ടേക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ശരീരസുഖം, പ്രശസ്തി, അംഗീകാരം എന്നിവ ലഭിക്കും. വാക്ചാതുര്യവും മൂലം കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. കുടുംബ സംഗമങ്ങൾക്കും അവസരമുണ്ടാകും. വാരമധ്യത്തോടെ സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾ അലട്ടാം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. അപകടങ്ങൾക്കോ പരിക്കുകൾക്കോ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. വാരം അവസാനിക്കുമ്പോൾ വിശേഷപ്പെട്ട ഭക്ഷണഭാഗ്യവും പുതിയ സൗഹൃദങ്ങളും വഴി നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ വിദേശവാസം, വ്യവഹാര പരാജയം, കുടുംബാംഗങ്ങളുമായി വേർപിരിയൽ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സാമ്പത്തികമായും നിയമപരമായും ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. അനാവശ്യ അപവാദങ്ങൾ കേൾക്കാൻ ഇടയുണ്ട്. വാരം മധ്യത്തോടെ ആരോഗ്യനില മെച്ചപ്പെടും. സമ്മാനങ്ങളോ ആഭരണങ്ങളോ ലഭിക്കാനുള്ള യോഗമുണ്ട്. സമൂഹത്തിൽ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങളും ധനലാഭവും കൈവരും. വാരം അവസാനിക്കുമ്പോൾ വീണ്ടും കുടുംബത്തിൽ അസ്വസ്ഥതകളും ശത്രുശല്യവും ഉണ്ടായേക്കാം. ആത്മസംയമനം ശീലിക്കുന്നത് ഗുണം ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാരത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ ഐക്യം, വിവാഹ യോഗം, തൊഴിലിൽ സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ വാരമധ്യത്തോടെ കുടുംബത്തിലും അയൽപ്പക്കത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാം. ജോലിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളോ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളോ ഉണ്ടാകാം. സാമ്പത്തികമായി പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലുള്ളവർ ശ്രദ്ധിക്കണം. ശത്രുഭയവും മാനസികമായ പിരിമുറുക്കങ്ങളും അനുഭവപ്പെടാം. വാരം അവസാനത്തോടെ അവസ്ഥ മെച്ചപ്പെടും. മനസ്സന്തോഷം, ധനനേട്ടം, ഉന്നത വ്യക്തികളിൽ നിന്നുള്ള അംഗീകാരങ്ങൾ എന്നിവ ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.